നമ്മുടെ യാത്രയിൽ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു വനിതയാണ്. കാരണം പല പ്രതിസന്ധികളെയും കടന്ന് ജീവിതം മുന്നോട്ട് പോകുന്ന വഴികളിൽ കൈകളിൽ ക്യാമറയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മുസ്ലിം വനിത തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ കടന്നുകയറ്റം പല പ്രതിസന്ധികൾ പല മേഖലകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയെങ്കിലും കുറേ അനുഭവങ്ങളുണ്ട് പറയാൻ. അത് നമുക്ക് പങ്കുവെക്കാം സമീറയോടൊപ്പം. നമസ്കാരം. നമസ്കാരം. സമീറ പള്ളിപ്പാത്ത്, പാറപ്പുറത്ത്. പാറപ്പുറത്ത്. ഇപ്പൊ പാറപ്പുറത്താണോ? തറവാട്ട് പേര്. അതെ, ചോദിച്ചാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ വനിതകളെ അധികം കാണാറില്ലായിരുന്നു. വീഡിയോഗ്രാഫി അല്ലേ, ഒരു 1995 മുതൽ ഇങ്ങോട്ടേക്കുള്ള ആ ഒരു യാത്രയെക്കുറിച്ച് ഒറ്റ വാക്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. പഠിച്ചത് എങ്ങനെയാണ് ക്യാമറ പഠിക്കാനുണ്ടായ സാഹചര്യം? ശില്പി രമേശേട്ടൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യാദൃശികമായി ഞാൻ അവിടെ എത്തിപ്പെട്ടതാണ്. അതെനിക്കൊരു വഴിത്തിരിവായിട്ട് വന്നതാണ്. സത്യത്തിൽ രമേശേട്ടൻ്റെ ആ ഒരു എന്താ പറയുക പ്രേരണയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരാനുള്ള കാരണം 3 ദിവസം മാത്രം എന്നെ പഠിപ്പിച്ചിട്ട് പബ്ലിക്കിലേക്ക് ഇറക്കി വിട്ടു. ഇന്നും കണ്ണൂർ, പ്രത്യേകിച്ചിട്ട് കണ്ണൂർ സ്ത്രീകൾ സമൂഹത്തിലേക്ക് വരുന്നില്ല, ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വരുന്നില്ല. സ്റ്റുഡിയോകളിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഫീൽഡിലേക്ക് വരുന്നില്ല. പക്ഷേ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുതലേ ഫീൽഡിലാണ് രമേശേട്ടൻ പഠിപ്പിച്ചത്. അതിന് രമേശേട്ടനാണ് നന്ദി പറയേണ്ടത്. പത്രത്തിൽ കൊടുത്തിട്ടും എനിക്ക് ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 95 മുതൽ മുസ്ലിം കല്യാണം എനിക്ക് ഒരുപാട് വർക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ക്യാമറ ഫീൽഡിൽ മാത്രം പോരായിരുന്നു. എനിക്കൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ അവനെ പഠിപ്പിക്കുക എന്നുള്ള ഇതുകൊണ്ട് എനിക്ക് ക്യാമറ ഫീൽഡ് മാത്രം നോക്കി പോകാൻ പറ്റില്ല. അന്നതൊരു വലിയ വരുമാന മാർഗ്ഗമായിരുന്നില്ല അത്. ഞാൻ എൻ്റെ ജോലിയും പാർട്ട് ടൈമായിട്ട് സൈഡായിട്ടാണ് ഫോട്ടോഗ്രാഫി പോയിക്കൊണ്ടിരുന്നത്. ഒരു മുസ്ലിം വനിത എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അന്ന് പ്രതിഷേധങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ പോകുമ്പോൾ? ഇല്ല. ആൾക്കാർ പലപ്പോഴും ചോദിക്കാനോട് ഒരു മുസ്ലിം ലേഡി അല്ലേ, പക്ഷെ എനിക്ക് കൂടുതൽ അംഗീകാരം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം കല്യാണങ്ങൾ കൂടുതൽ വരുമ്പോൾ, പ്രത്യേകിച്ചും കാസർഗോഡ് പെരിങ്ങോ എന്നെല്ലാം പറയുന്ന സ്ഥലത്ത് എന്നെ മാത്രം വിളിച്ചു വരുമായിരുന്നു. സമയമില്ലായിരുന്നു സത്യത്തിൽ അന്ന്. അത്രയ്ക്കും കല്യാണങ്ങൾ വരും. കണ്ണൂരല്ല, സത്യത്തിൽ പെരിങ്ങോം കാസർഗോഡ് അങ്ങോട്ടെല്ലാം എന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നാൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത് അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. അവിടെ ഇതേപോലെ സൈഡായിട്ട് അവിടുത്തെ സ്ത്രീകളെ കല്യാണത്തിന്, പാകിസ്ഥാനികളുടെയും അവിടെ അറബികളുടെയും കല്യാണത്തിനെല്ലാം പോകുമായിരുന്നു. അങ്ങനെ എന്നാലും അതൊരു വരുമാന മാർഗ്ഗമായിട്ട് അന്ന് എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കണ്ണൂരിപ്പം സ്വസ്ഥമായിട്ടുണ്ട്. എൻ്റെ മകൻ ഏകദേശം ജോലിയൊക്കെ ആയി. ജോലിക്ക് പോകുന്നില്ല, പക്ഷേ ഇത് ക്യാമറ ഫീൽഡിൽ ഇപ്പം പോകും. ഇലക്ഷൻ വർക്കിനും മറ്റേ പൊതുവായിട്ടുള്ള പബ്ലിക് വർക്കിനെല്ലാം ഇപ്പോഴും പോകുന്നുണ്ട്. പഠിക്കാനുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള പഠിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ, സാമ്പത്തികം അതിന്റെ തടസ്സമായി. 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. 9th സ്റ്റാൻഡേർഡിൽ അന്ന് ഹാഫ് ഇയർലി എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിയായിരുന്നു ക്ലാസ്സിൽ ഞാൻ. അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പഠിക്കാൻ പറയുമ്പോൾ ഹോം വർക്ക് ചെയ്യാനെല്ലാം പറയും പഠിച്ചിട്ട് എന്താവുക, കളക്ടറാകുവാണോ, ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചെയ്യുക. അന്ന് പഠിപ്പിക്കാൻ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായില്ല, കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ എനിക്കതൊരു തുടർന്ന് പോകാൻ വേണ്ടി ഇഷ്ടപ്പെട്ടില്ല. ഉപ്പാൻ്റെ പെങ്ങളുടെ മകൻ തന്നെയായിരുന്നു കല്യാണം കഴിച്ചത്. അങ്ങനെ നമ്മൾ സെപ്പറേറ്റഡ് ആയിരുന്നു. അപ്പോൾ അവർ പൈസ തരില്ല ജീവിക്കാൻ വേണ്ടി. ഉപ്പയും ഖത്തറിലല്ലായിരുന്നു. പൈസ തരില്ല എന്ന് പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ അതിലൂടെ ഫോട്ടോഗ്രാഫി സൈഡായി പോയി. അതിൽ മാത്രമല്ല അന്ന് നല്ല വരുമാന മാർഗം അല്ലാന്ന് തന്നെ ഞാൻ പറയാം. ഇന്ന് നമുക്ക് പിന്നെയും കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പലപ്പോഴും വർക്ക് എടുത്തിട്ട് പൈസ കിട്ടാത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. പിന്നെ കണ്ണൂർ വിഷനിൽ അവിടെ കുറച്ച് നാൾ, സിറ്റി ചാനലിൽ എറണാകുളത്ത് കുറച്ച് നാൾ പോയിട്ട് വർക്ക് ചെയ്തു. സിനിമ ഫീൽഡിൽ ഒരു അസിസ്റ്റന്റ് ക്യാമറാമാൻ ആകാൻ വേണ്ടി ഒരുപാട് കർമ്മം. അന്ന് കഥ പറയാണ്ട് ഇന്നത്തെ ഒരു സംഭവം പോലെ ആയിപ്പോവും. എല്ലായിടത്തും പോയിട്ട് ചോദിക്കും. അപ്പൊ അവര് ഓപ്പൺ ആയിട്ട് പറയും, നമുക്ക് ഇങ്ങനെയാണ്, സ്ത്രീകൾ വന്നാൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഫീൽഡിലേക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഈ ഫീൽഡിൽ? ഇല്ല, അങ്ങനെ അവർ ഓപ്പൺ ആയിട്ട് പറയുന്നത് കൊണ്ട് നമുക്ക് അതിലേക്ക് പോയി കുടുങ്ങുന്നില്ല. സിനിമ ഫീൽഡിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് പറയും, ഇങ്ങനെയാണ് സിനിമ ഫീൽഡ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അതേസമയം കണ്ണൂര് വർക്കിന് പോകുമ്പോൾ ഒന്നും പ്രശ്നമില്ല. നാട്ടുകാർ പറയും, രാത്രി 2 മണിക്കെല്ലാം മൈലാഞ്ചി കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ പുരുഷന്മാരായിരിക്കും കൊണ്ടാക്കുക. അപ്പൊ പറയും, അയ്യോ അവളെ രാത്രി കൊണ്ടാക്കി. ഇങ്ങനെ ഒരു പേര് ദോഷം കുറച്ചെനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഞാൻ കാര്യമാക്കിയിട്ടില്ല. എല്ലാ ജോലിയുടെ ഭാഗമായിട്ട് കാണുന്നത്. ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ പത്രത്തിലൊക്കെ ഫോട്ടോ വന്നു എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെയോ
പത്രത്തിൽ മാത്രമല്ല വനിതയില് മറ്റേ ഗൃഹലക്ഷ്മിയില് തുടങ്ങി ഒരുപാട് ആ സമയത്ത് എന്നെ തേടി വരുമായിരുന്നു ഓരോരോ ആൾക്കാരും. വലിയ ഒരു പേജിന്റെ ഫ്രണ്ട് പേജിൽ പകുതിയോളം എൻ്റെ ഫോട്ടോ വെച്ച് രമേശ് ചേട്ടൻ അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. രമേശ് ചേട്ടന് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് രമേശാണ് നന്ദി പറയേണ്ടത്. എന്തായാലും ഒരു എപ്പിസോഡിനെ തേടി യാത്രയാണ് എനിക്ക് സമീറയുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കിട്ടിയത്. എന്തായാലും അവരുടെ കൊച്ചുമകനെ നമ്മളൊരു എപ്പിസോഡായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രോത്സാഹനം നിങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ? ആ പുസ്തകം എഴുതിയതും ആ പുസ്തകമാക്കി മാറ്റണമെന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പുസ്തകം എഴുതുന്നത് കഥ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്നെ കൊണ്ടായിരുന്നു വായിപ്പിക്കുക. അപ്പം ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു, ഇത്രയും ബുക്ക് എഴുതിയിട്ട് നീ എനിക്ക് എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചൂടാ? അപ്പോൾ ഒരു കഴിഞ്ഞ മാസമാണ് ഇവർ വന്നത്, 2 മാസം മുമ്പേ വന്നു. അപ്പം ഞാൻ 1-2 പബ്ലിഷ് ചെയ്യുന്ന അടുത്ത് കൂട്ടിക്കൊണ്ടുപോയപ്പം ഭയങ്കര ആവേശമായി. അപ്പോൾ അതിനെ പുസ്തകമാക്കി മാറ്റിയപ്പോൾ അവൻ്റെ സന്തോഷം പിന്നെ ഭയങ്കര സന്തോഷമായി. ഇപ്പോഴും ഏടെ പോകുമ്പോൾ ഞാനില്ലാതെ പോവില്ല എന്നുള്ളൊരു അവസ്ഥയായി അത്രക്കും. കാരണം ബുക്കിൻ്റെ ആ സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ, കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ഒരു ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു റൂമും ജോലി റൂം ഇങ്ങനെ മാത്രമായതുകൊണ്ട് ഇവിടെ ഞാൻ വന്നപ്പോൾ എല്ലാ സ്ഥലത്തും കൂട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് അവന് നല്ലൊരു പ്രചോദനവും. ഇപ്പം നമ്മുടെ ക്യാമറയിലേക്ക് വന്നു, അത് കഴിഞ്ഞ് സിനിമയിലേക്ക് എത്തി, സിനിമയും കഴിഞ്ഞു തിരിച്ച് നമ്മൾ വീണ്ടും ക്യാമറ യുഗത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഒരുപാട് പെൺകുട്ടികൾ ഈ ഫീൽഡിലേക്ക് കടന്നു വരണമെന്നും അവരെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ട്. പക്ഷെ ആരും ഫീൽഡിലേക്ക് വരാൻ തയ്യാറില്ല. ഇന്ന് കണ്ണൂരിൽ ഒരുപാട് സ്ത്രീകളോട് ഞാൻ പറയും, എല്ലാവരും പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നതല്ലാതെ പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് ആരും വരുന്നില്ല. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ പഠിക്കാൻ ആരും വരുന്നില്ല. അതാണ് 1995 മുതൽ അല്ലേ? 95 മുതൽ 2024 വരെയുള്ള യാത്രയാണ്. അപ്പം അതിൽ ഒത്തിരി പേര് നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ എവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഫീൽ കിട്ടാറുണ്ടോ? സപ്പോർട്ട്? പിന്നെയോ, എല്ലാവരും എന്നെ അറിയപ്പെടുന്നു. വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് എന്നെ കാണുന്നത്. ഇപ്പോഴും ഫോട്ടോഗ്രാഫർ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പിന്നെ സന്തോഷമുണ്ടല്ലോ. ആദ്യ കാലഘട്ടത്തിൽ എതിർപ്പുകളൊന്നും വീട്ടിൽ നിന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, വീട്ടുകാരങ്ങനെ സപ്പോർട്ടും ചെയ്തിട്ടില്ലായിരുന്നു, എതിർത്തിട്ടില്ല. സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ക്യാമറ കൈകളിലെടുത്തത്. തീർച്ചയായും. അല്ലേ? എത്രത്തോളം ക്യാമറകളിലേക്ക് വന്നിട്ടുണ്ട്? സ്വന്തമായിട്ട് ക്യാമറ ഉണ്ടായിരുന്നു? 1000ന്റെ ക്യാമറ കൊണ്ടാണ് പഠിച്ചത്.